ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ സെഷൻ 13 എത്തി നിൽക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു സെഷൻ റാപ്പപ്പ് സെഷൻ ആണ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 12 സെഷൻസ് ആണ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം എൻഡ് ചെയ്യുകയാണെങ്കിലും പുതിയ ഒരു ജേർണി ബിഗിൻ ചെയ്യുകയാണ് ഈ ഒരു സെഷനോട് കൂടി തന്നെ. ഓക്കെ, അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ളത് നൂറ മാം, അതുപോലെ തന്നെ സുനീറ മാം, ദുർഗ മാം എന്നിവരാണ് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. വൺസ് അഗെയിൻ വെൽക്കം ഓൾ. അപ്പൊ ഇന്നത്തെ ഒരു സെഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻസ് കളക്ട് ചെയ്യുക. അതായത് നമ്മളുടെ ലേണേഴ്സ് ആണ് ലേൺവൈസ് ടീമിന്റെ തന്നെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ലേണേഴ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജേർണിയിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ്സ് എടുക്കാനും അതിനനുസരിച്ച് ലേണേഴ്സിന് മാക്സിമം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനും. അപ്പം ഓരോ ലേണേഴ്സിന്റെയും ഫീഡ്ബാക്ക് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഓരോ ലേണേഴ്സും അവരവരുടെ ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മളിപ്പം ഒരു 12 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തല്ലോ, അപ്പം അതിലെ കുറച്ച് മൊമെന്റ്സ് നമുക്കൊന്ന് കോൾ ബാക്ക് ചെയ്യാനും ആ ഒരു ഇമ്പോർട്ടൻറ്റ് മൊമെന്റ്സിലൂടെ ജസ്റ്റ് ഒന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു റാപ്പപ്പ് വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് കാണാം. ദെൻ ഫീഡ്ബാക്ക് നമ്മൾ ലേണേഴ്സിന്റെ ഫീഡ്ബാക്ക് നമ്മൾ കേൾക്കുന്നതായിരിക്കും. ദെൻ നമ്മളുടെ ഈ 12 സെഷൻസിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യുകയും തന്നിട്ടുള്ള ആക്ഷൻ ടാസ്കുകളൊക്കെ ഒരു ടൈംലി മാനറിൽ വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലേണേഴ്സിന് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് അറിയിക്കാൻ വേണ്ടിയിട്ടൊരു വിന്നേഴ്സ് അനൗൺസ്മെന്റ് ഏരിയ നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ നമുക്ക് എല്ലാ സെഷൻസിലും ഇതിനു മുന്നേ നമുക്ക് ആക്ഷൻ ടാസ്കുകൾ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ സെഷനിൽ നമുക്കൊരു ഫീഡ്ബാക്ക് ഫോം, അതുപോലെ തന്നെ ഒരു ഓൺലൈൻ അസസ്മെന്റ് ഫോം, ഈ 2 ഫോംസും കൂടി ഗൂഗിൾ ഫോംസൂടെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒന്ന് റീകളക്ട് ചെയ്യാം, കഴിഞ്ഞു പോയ 12 സെഷൻസ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഇനാഗുറേഷൻ സെഷൻ ആയിരുന്നു അല്ലെ. അപ്പം അതിനുശേഷം വന്നിട്ടുള്ള സെഷൻ 2 എന്ന് പറയുന്ന ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു. ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടുക, അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ഗെയിംസ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സെഷൻ 3 ഇഗ്നോ ഡീപ് ഡ്രൈവ് ആയിരുന്നു. അപ്പം ഇഗ്നോ എന്താണ്, ഇഗ്നോയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ അസൈൻമെന്റ്സിനെ പറ്റിയിട്ട്, ടേം ആൻഡ് എക്സാം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇൻ ഡെപ്തിലെ നോളജ് കിട്ടിയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇഗ്നോ ഡീപ് ഡ്രൈവ് എന്ന് പറയുന്നത്. ദെൻ സെഷൻ 4ലേക്ക് വരുമ്പം സിലബസ് ഡീകോഡിംഗ് ആണ്. ഇപ്പൊ നമ്മളുടെ കേസിൽ MCA ഫസ്റ്റ് ഇയറിൽ വരുന്ന ഓരോ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു സെഷൻ 4ൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. സെഷൻ 5ലേക്ക് വരുമ്പോൾ ലേൺവൈസ് എക്കോ സിസ്റ്റത്തെ പറ്റിയിട്ടായിരുന്നു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. അപ്പം ലേൺവൈസ് ആപ്പ് ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സ്, ഹെൽപ്പ് ബുക്ക്, SLM, എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക്, ഇത് ഓരോന്നും എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, നമ്മളുടെ സ്റ്റഡീസിന് ഇത് ഓരോന്നും എങ്ങനെ പ്രയോജനപ്പെടുത്തണം, ഈ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സെഷൻ 6ലേക്ക് വരുമ്പോൾ സ്മാർട്ട് ഗോൾസ് ആൻഡ് ഹാബിറ്റ് ക്ലിനിക് എന്ന് പറയുന്ന ഒരു സെഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതെങ്ങനെ അച്ചീവ് ചെയ്യാം, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 6 എന്ന് പറയുന്നത്. കുറെ ലേണേഴ്സ് വളരെ നല്ല ഫീഡ്ബാക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സെഷൻ കൂടിയായിരുന്നു സെഷൻ 6. ദെൻ സെഷൻ 7ലേക്ക് വരുമ്പോൾ അലൂമിനി ടോക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ്. ഇപ്പൊ നമുക്ക് ഓരോ ലേണേഴ്സ് ഇപ്പോൾ ന്യൂലി ജോയിൻഡ് ആയിട്ടുള്ളവർക്ക് പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ? അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരു വളരെ നല്ല പ്രചോദനമാണ് അലൂമിനീസിന്റെ ടോക്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറെ അധികം അലൂമിനീസ് അവരുടെ ജേർണിയെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ദെൻ സെഷൻ 8ലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പറ്റിയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. വളരെയധികം നല്ല ഫീഡ്ബാക്കിലാണ് ഇത് കിട്ടിയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ഇപ്പൊ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു സെഷൻ ആയിരുന്നു. ദെൻ സെഷൻ 9ലേക്ക് വരുമ്പോൾ കരിയർ പാത്ത് വേ ആയിരുന്നു.
നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ ആ ഒരു കരിയർ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെഷൻ 10ലേക്ക് വരുമ്പോൾ ലേൺ വൈസ് ടീമിനെ മീറ്റ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു. അപ്പം ഒരു എൻറ്റയർ ലേൺ വൈസ് ടീം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം കോർ ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടുക, അങ്ങനെ ആ ഒരു ലേൺ വൈസ് ടീമിനെ പറ്റിയിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ലേണേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 10. സെഷൻ 11 എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. ഇപ്പൊ നമ്മൾ സ്റ്റഡീസിലൊക്കെ തന്നെ പല സമയത്തും നമുക്ക് സ്ട്രെസ് ഫീൽ ചെയ്യാം, അതുപോലെ പ്രോപ്പറായിട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ ആ ഒരു ടൈമിൽ സൈക്കോളജിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഒക്കെ നമ്മളുടെ ഹാപ്പിനെസ് അംബാസിഡർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സെഷനാണ്. ആ സെഷന് വളരെ നല്ല ഫീഡ്ബാക്സ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സെഷൻ 12 വരുമ്പോൾ ഫാമിലി മീറ്റ് സെഷൻ ആയിരുന്നു. അപ്പം ലേണേഴ്സ് മാത്രമല്ല, അതിനോടൊപ്പം ഫാമിലി മെമ്പേഴ്സും കൂടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു സെഷനായിരുന്നു ഫാമിലി മീറ്റ് സെഷൻ. അപ്പൊ നമ്മൾ ഫൈനലി ഇപ്പൊ എത്തി നിൽക്കുന്നത് സെഷൻ 13 ഫൈനൽ സെഷനാണ്, റാപ്പപ്പ് സെഷനാണ്. അപ്പൊ ഇത്രയും സെഷൻസിൽ ഏതെങ്കിലും സെഷൻസ് ഒക്കെ മിസ്സായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറയാ. അപ്പൊ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ആ സെഷൻസ് ഒന്ന് കണ്ടു നോക്കുക. അതോടൊപ്പം നമുക്ക് വിട്ടുപോയ കാര്യങ്ങൾ ഒന്നും കൂടി റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ആർക്കെങ്കിലും വീഡിയോസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, വിട്ടുപോയ സെഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് നമ്മളുടെ റാപ്പപ്പ് വീഡിയോയിലേക്കാണ്. അപ്പൊ ഇത്രയും സെഷൻസ് നമ്മൾ കവർ ചെയ്ത് പോയല്ലോ. അപ്പം അതിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് മൊമെന്റ്സ് ഒന്നുകൂടി റീകോൾ ചെയ്യാം. അപ്പൊ നമുക്ക് റാപ്പപ്പ് വീഡിയോയിലേക്ക് പോകാം.
നമ്മളുടെ റാപ്പപ്പ് വീഡിയോ. അപ്പം കഴിഞ്ഞു പോയ 12 സെഷൻസിനെ പറ്റിയിട്ടൊരു ക്വിക്ക് റീക്യാപ്പ് നമുക്ക് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലേണേഴ്സിന്റെ ഫീഡ്ബാക്ക് ആണ്. ഇപ്പം ഓരോ ലേണേഴ്സിന്റെ ഫീഡ്ബാക്ക് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ മുന്നോട്ടുള്ള ജേർണിക്ക്. അപ്പം ലേണേഴ്സിന്റെ ഫീഡ്ബാക്ക്, ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്കിന്റെ ബേസിലായിരിക്കും ഫർദർ ലേണേഴ്സിന് വേണ്ട സപ്പോർട്ട് ലേൺവൈസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് 7 to 10 മിനിറ്റ്സിൽ നിൽക്കുന്ന ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക്, ഹോണസ്റ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ സെഷൻ വൈസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെഷൻ ഏതായിരുന്നു? ഇപ്പൊ നമ്മൾ ഇത്രയും സെഷൻസ് അറ്റൻഡ് ചെയ്തെങ്കിലും ചില സെഷൻസ് നമ്മൾ കൂടുതൽ നമുക്കതിൽ ഒരു കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ സെഷൻസ് ഉണ്ടായിരിക്കും ഓരോരുത്തർക്കും. അപ്പൊ ആ സെഷൻ ഏതാണ്, അതിൽ നിന്ന് കിട്ടിയ ആ ഒരു ഔട്ട്കം എത്രത്തോളം നമ്മളെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഓരോ ലേണേഴ്സിനും ഡിസ്കസ് ചെയ്യാവുന്നതാണ് അടുത്ത സെഷൻ നമ്മൾക്ക് ഈ ഒരു ടൈമിൽ. ഓക്കെ, സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട്, നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ആ ഓരോ ലേണേഴ്സിന്റെ ഫീഡ്ബാക്ക് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോകാം. അപ്പം ഓരോരുത്തരും വോളണ്ടറിലി മുന്നോട്ട് വന്നിട്ട് ഫീഡ്ബാക്ക് പറയാവുന്നതാണ്. ജോയിൻ ചെയ്ത സമയത്തെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ക്ലാസ് കേൾക്കുമ്പോഴൊക്കെ. നമുക്കൊന്നും അപ്ലിക്കേഷനെ കുറിച്ചാണെങ്കിലും ഇഗ്നോനെ കുറിച്ചാണെങ്കിലും നമുക്കൊന്നും അറിയില്ല. വെറും ഇൻസ്റ്റഗ്രാം വഴി അല്ലെങ്കിൽ യൂട്യൂബ് വഴി എന്താണോ അത്രേ നമുക്ക് അറിഞ്ഞിരുന്നുള്ളൂ. നിങ്ങളുടെ OP സെക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് ക്ലിയർ ആയി, ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ആയി. മുന്നോട്ട് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നല് വന്നിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയ സെഷൻ ഏതാണ്? എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഹെൽപ്ഫുൾ ആയി തോന്നിയ സെഷൻ ഏതായിരുന്നു? ആപ്പിനെ കുറിച്ചിട്ടും അസൈൻമെന്റ്സിനെ കുറിച്ചിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അക്ഷയ് സാറും. ആ ഒരു സെക്ഷൻ നല്ല ക്ലാസ് ആയിരുന്നു. കോൺഫിഡൻസ് ലെവല് പഴയതിലും ഇനിഷ്യലി ജോയിൻ ചെയ്തപ്പോഴത്തേതിലും ഈ OP സെഷൻസ് അറ്റൻഡ് ചെയ്തത് വഴി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ഇൻക്രീസ് ആയിട്ടുണ്ട്. പഠിക്കാൻ സമയം നമ്മുടെ ക്ലാസ്സിലെ നോട്ട്സ് ആണെങ്കിലും അസൈൻമെന്റ്സ് ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും ടൈം കണ്ടെത്തുന്നുണ്ട്. മറ്റുള്ള ഇതും കൂടി, ഇതിനുള്ള ടൈമും കൂടി നമ്മൾ കൂടുതൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട്. എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ്. ഇപ്പൊ ഉള്ള ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, ഇനിയിപ്പോ നമ്മളുടെ OP സെഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ ആക്ച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ലൈവ് സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇതേ ഒരു എന്തൂസിയാസത്തോടെ മുന്നോട്ട് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഞാൻ എല്ലാ സെഷൻസും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോ ചില സെഷൻസ് ഒക്കെ വളരെ നേരം ഉണ്ടാവും, കുറേ സമയം ഉണ്ടാവുമ്പോൾ എനിക്ക് അത് ഫുള്ളായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യില്ല. ഇടയ്ക്ക് ഞാൻ അതിന്നൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ സെഷൻസും ഫുൾ സമയം ഞാൻ കണ്ടിട്ടില്ല. ആദ്യത്തെ 1-2 സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഇടയിൽ അതായത് എനിക്ക് പുതുതായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്ന സെഷൻസിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അല്ലാത്ത സെഷനിൽ ഞാൻ ഇരുന്നിട്ടില്ല. എന്നാലും എനിക്ക് ലേൺ വൈസിന്റെ ഒരു ഫങ്ഷനിങ്ങിൽ കുറച്ചും കൂടി ഒരു ട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വെറുതെ കുറച്ച് വീഡിയോസും കുറച്ച് സാധനങ്ങളും തന്നിട്ട് ആ ഒരു ആപ്പ് നമുക്ക് പേ ചെയ്താൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ കൂടുതലായിട്ട് നിങ്ങൾ വളരെ നന്നായിട്ട് സ്റ്റുഡൻസിനെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നി. പിന്നെ കുറെ അനുഭവസ്ഥര്, കുറെ ലേൺ വൈസിന്റെ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത സെഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് തോന്നി. അപ്പൊ നമുക്കൊരു കുറച്ചുകൂടി കോൺഫിഡൻസ് തോന്നും ചെയ്യാൻ പറ്റുന്നു. ആക്ച്വലി ഞാൻ ശരിക്കും സീരിയസ് ആയിട്ട് പഠനം തുടങ്ങിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, ഞാൻ മറന്നുപോകും. പിന്നെ ഞാൻ ചില വീഡിയോസ് കാണും, അല്ലെങ്കിൽ ആ നോട്ട്സ് വായിക്കും. കൃത്യമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ പഠിക്കൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇനി അത് തുടങ്ങാം. ഈ ഒരു സെഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ
എനിക്ക് കുറച്ചും കൂടി ഒരു എവിടെ നിന്ന് തുടങ്ങണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടി. കാരണം ആ സിലബസ് ഡീകോഡിംഗ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ കുറച്ചും കൂടി സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം, എന്നാലേ എനിക്ക് നിങ്ങൾ പറയുന്ന ആ ഒരു സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും ഈ വെക്കേഷൻ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് ഉപയോഗിക്കും. അതുപോലെ അർച്ചന മാമിന്റെ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എന്റെ അസൈൻമെന്റ്സിന്റെ ഒക്കെ PDF മാം തന്നതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഞാൻ റഫായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ടോട് കൂടി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസം ഈ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി ഞാൻ കോൺഫിഡന്റ് ആണ്, കുറച്ചും കൂടി എനിക്കൊരു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ട്. ഒന്നാമത് ഞാൻ കുറെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പഠിക്കണം. കാരണം എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, എനിക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ, അറിയില്ലല്ലോ. നമ്മളുടെ ചെറുപ്പത്തിൽ പഠിക്കണ ആ ഒരു അതേ ഇതില് നമുക്ക് പഠിക്കാൻ പറ്റുന്ന തോന്നണില്ലല്ലോ. ചെറുപ്പത്തിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ല, നമുക്ക് പഠിത്തം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലല്ലല്ലോ. അപ്പോ എത്രാണ്ട് എനിക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കൊന്ന് ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചാൽ എനിക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലേൺ വൈസിന് ബിഗ് താങ്ക്സ്. ഞാൻ എന്തായാലും കറക്റ്റ് പ്ലേസിൽ തന്നെയാണ് ജോയിൻ ആയതെന്ന് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. ഈ ഒരു സ്പിരിറ്റോട് തന്നെ മുന്നോട്ട് പോവുക. ഏതൊരു ബുദ്ധിമുട്ട് വന്നാൽ ഇപ്പൊ അസൈൻമെന്റിന്റെ കേസിലാണെങ്കിലും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കേസിലാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് തന്നെ ചോദിക്കുക. ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, എൻറ്റയർ ലേൺ വൈസ് ടീം അതിന് വേണ്ടിയിട്ട് എപ്പോഴും സപ്പോർട്ടായിട്ട് ലേണേഴ്സിനോടൊപ്പം ഉണ്ടാവും. ഓക്കെ, ഞാൻ എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാ സെഷൻസും. ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ എന്നെ കൊണ്ട് പറ്റുമോ, ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും നമ്മൾ തുടങ്ങുമ്പം എങ്ങനെയാണ്, അങ്ങനെ ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ ലേൺ വൈസിന്റെ ഫസ്റ്റ് സെഷൻ തൊട്ട് ഇപ്പൊ ഈ ലാസ്റ്റ് സെഷൻ വരെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരുപാട് കോൺഫിഡൻസ് തോന്നുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്ന തോന്നുന്നുണ്ട്. എല്ലാ സെഷൻസും വളരെ നല്ലതായിരുന്നു. അതിനകത്ത് എടുത്തു പറയാനായിട്ട് അലൂമിനൈ മീറ്റ്, അതേപോലെ തന്നെ ലേൺ വൈസിന്റെ എൻ്റെ ടീമിനെ മീറ്റ് ചെയ്തത്, അതേപോലെ തന്നെ മെന്റൽ വെൽബീയിങ്, ബാലൻസ്, ഇതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും നമ്മളെ തന്നെ കൂടുതൽ അറിയാൻ പറ്റുന്നുള്ളൊരു ഇതില് ആയിരുന്നു. എല്ലാ സെഷൻസും അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് മെന്റൽ വെൽബീയിങ് ആൻഡ് ബാലൻസ്, നമുക്ക് വേണ്ടി ഒരു ടൈം കണ്ടെത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് എന്താ പറയാ ഇൻസ്പയർ ചെയ്തു. അതേപോലെ തന്നെയാണെങ്കിലും അലൂമിനി മീറ്റ് ആണെങ്കിലും എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പം നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് വേറെയുണ്ട്, അവർക്കും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും ഇതൊക്കെ സാധിക്കും, അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് വന്നു. പിന്നെ ലേൺ വൈസിന്റെ സപ്പോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലുതാണ്. ശരിക്കും ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്നേക്കാൾ ഒരുപാട് സപ്പോർട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്നത്. കോളേജിലെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സ്റ്റുഡന്റിനെയും എടുത്തെടുത്ത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എന്ന് വെച്ചാൽ എല്ലാവരുടെയും കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്നത് വളരെ എന്താ പറയാ വളരെ സന്തോഷം തോന്നും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ മാം ആണെങ്കിലും എപ്പോ എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഓൺ ദി സ്പോട്ടിൽ റിപ്ലൈ തരും, അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് എന്താ പറയാ ഭയങ്കര സന്തോഷവും അതേപോലെ തന്നെ മുന്നോട്ടേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് കാര്യങ്ങളെല്ലാം വന്നു. താങ്ക് യു ഇന്ദുജ. ഇന്ദുജ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണർ തന്നെയാണ്. എല്ലാ ആക്ടിവിറ്റീസും ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളോടാണ്. അപ്പം ഇനി മുന്നോട്ടും ഇതേ ഒരു കോൺഫിഡൻസ് ലെവലിലോട്ട് തന്നെ മുന്നോട്ട് പോവുക. സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കരിയർ പാത്ത് ബിൽഡ് ചെയ്ത് എടുക്കാനും സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. ഞാൻ എല്ലാ സെക്ഷൻസും ഒരുവിധം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ രേണുക മാം പറഞ്ഞ പോലെ കുറച്ച് ടൈമിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്റെ വർക്ക് തുടങ്ങുന്നത് ഈവനിങ് ആയതുകൊണ്ടിട്ട് ഒരു ട്യൂട്ടോറിയൽ നടത്തുകയാണല്ലോ. അപ്പൊ അവിടെ എക്സാം ടൈം ആയതുകൊണ്ടിട്ട് ഞാൻ വീഡിയോ ഓൺ ആക്കാതെയാണ് കൂടുതൽ സെക്ഷൻസും അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. കൂടുതലും നല്ല ഒരു ഇതില് ഈ കോഴ്സിനെ പറ്റി ആയാലും
നിങ്ങളുടെ ആപ്പിനെ പറ്റി ആയാലും പറഞ്ഞ സെക്ഷൻസ് എനിക്ക് നല്ല ഉപകാരമായിരുന്നു. കൂടുതൽ അറിയില്ലായിരുന്നു എന്താ കാര്യം. അതുപോലെ ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒപ്പമുള്ള സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടില്ല. ആ സെക്ഷൻസും അവരുടെ കാര്യങ്ങളും എല്ലാം കേട്ടപ്പോൾ നമുക്കും ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം വന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ രേണുക മാം പറഞ്ഞ പോലെ തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് ഡെയിലി എനിക്ക് നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, രാവിലെയും വൈകിട്ടായിട്ട്. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിലിങ്ങനെ മടി കാണിച്ച് നിൽക്കുമ്പോ മാം വിളിക്കും, അർച്ചന മാം വിളിക്കുമ്പോ തന്നെ പിന്നെ അയ്യോ എന്തായാലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും അത് നോക്കും. എന്തായാലും ചേർന്നതിൽ എനിക്ക് ഒരു നഷ്ടബോധം ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഒരു വിശ്വാസം. നിങ്ങളുടെ എല്ലാ സെക്ഷൻസും പിന്നെ മാം പല വീഡിയോസും ഇങ്ങനെ അയച്ചു തരുമ്പോ ഞാനത് കാണാറുണ്ട്. ഞാനത് കാണാറുണ്ട്. അതും ഒരു ഉപകാരമാണ് അങ്ങനെ സെൻഡ് ചെയ്ത് തന്നോണ്ട്. പിന്നെ മാമിനോട് എന്ത് വേണമെങ്കിലും നമുക്ക് എപ്പോ വേണമെങ്കിലും ചോദിക്കുമ്പോ അതിൻ്റെതായ മറുപടിയും തരുന്നോണ്ടിട്ട് ആ ഒരു വിശ്വാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്തായാലും എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. എനിവേ ഡെയിലി ഒരു 2 hours എങ്കിലും സ്പെൻഡ് മിനിമം എന്തായാലും നമുക്ക് കുറച്ച് ടൈമേ കിട്ടുന്നുള്ളെങ്കിൽ കൂടി ഡെയിലി നമ്മൾ ആ ടച്ച് വിട്ടു പോവാതെ പ്രോപ്പർ ആയിട്ട് ഒരു മിനിമം ടൈം അലോട്ട് ഇപ്പോ അസൈൻമെന്റ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ. അപ്പോ എങ്ങനെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിയില് അതിലാണ് മെയിൻ ആയിട്ട് ഇപ്പൊ നോക്കുന്നത്. അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്ത് വെക്കണോന്ന് പറഞ്ഞോണ്ടിട്ട് അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നോക്കുന്നത്. എനിവേ അതിൽ പാനിക് ആവുകയൊന്നും വേണ്ട. നമുക്ക് എന്തായാലും എക്സാമിന് മുന്നേ ആയിട്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് വരും. ഇനി നമുക്ക് ലൈവ് സെഷൻസ് ഒക്കെ വരുമല്ലോ, ഓരോ സബ്ജക്ട് സ്പെസിഫിക് ബ്ലോക്ക് വൈസ് നമുക്ക് ലൈവ് റിവിഷൻ സെഷൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് അതുവഴി പറ്റുന്നതാണ്. ഓക്കെ. ഫസ്റ്റ് സെഷൻ മുതലേ നമുക്ക് നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു. നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിനെ ഒക്കെ മീറ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഹാപ്പി ആയി. അങ്ങനെ എല്ലാരും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എല്ലാവരുടെയും സിറ്റുവേഷൻ ഒക്കെ കേട്ടപ്പോ നമുക്കും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കുറച്ചും കൂടി കൂടി. പിന്നെ ടൈം മാനേജ്മെന്റ് സെഷനൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ടൈം മാനേജ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ഇപ്പോ ഇരിക്കാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് ഡെയിലി ഒരു 2 hours എങ്കിലും ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഡെയിലി ഹോസ്പിറ്റൽ ഡേയ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ടൈം കണ്ടെത്താൻ. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അസൈൻമെന്റ്സിലാ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അസൈൻമെന്റ്സ് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യാലോ എന്ന് വിചാരിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളങ്ങനെ റിസർച്ച് ചെയ്ത് എഴുതുമ്പോ അതിൽ കൂടി നമുക്ക് പഠിക്കാലോ. അപ്പൊ അങ്ങനെയാണ് മെയിൻ ആയിട്ട് നോക്കണം. ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. 12 സെഷനും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് മാം. അത്രേ ഉള്ളൂ പറയാൻ. ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ സെഷൻ ഏതായിരുന്നു? ടൈം മാനേജ്മെന്റ് സെഷൻ ആയിരുന്നു മാം. ഓൾ ദ വെരി ബെസ്റ്റ്. ഒരു ഹാർഡ് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടല്ലോ, എങ്കിലും നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇപ്പൊ അസൈൻമെന്റ്സ് ആണെങ്കിലും ഒക്കെ അഞ്ജന പ്രോപ്പറായിട്ട് എഴുതുന്നുണ്ട്, ക്ലാസ്സുകൾ പറ്റുന്നത് പോലെ കാണുന്നുണ്ട്. അപ്പം ഇതേ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും ആ ഒരു കരിയർ പാത്തിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ. ഞാൻ റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്തതാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്തായിരുന്നു കുറെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട്. എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ബികോം കഴിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ MCA എന്ന് പറഞ്ഞ് എടുത്തേക്കണേ. അപ്പൊ അതിന്റെ ഭയങ്കര ടെൻഷനും റിസ്ക് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. ലേൺവൈസ് എന്ന പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും എന്നെ കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് അൽഗോരിതം നോക്കിയപ്പോ തന്നെ ഞാൻ ആദ്യം ഇതായി, ദൈവമേ ഇത് എന്തുവാ. അത് കഴിഞ്ഞപ്പോ പിന്നെ ആ ബ്രിഡ്ജ് കോഴ്സ് ഇത് ചെയ്തു. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഞാനും ഇതാവുന്നുണ്ട്, ദൈവമേ പറ്റുന്നില്ലാലോ, എടുക്കണ്ടായിരുന്നോ, എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ലേന്ന്. പക്ഷെ എനിക്ക് ആ ഓറിയന്റേഷൻ സെക്ഷൻസ് കുറെ എനിക്ക് ഹെൽപ്ഫുള്ളായി. ആ അലുമിനി ആ ഒരു മീറ്റ് ചെയ്തപ്പോ ഇത്രയും പേർക്ക് സക്സസ് ആയി, അവരൊക്കെ ഇങ്ങനെയാണ്, അവരുടെ കുറെ അഡ്വൈസുകളൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര എവിടെ ഒരു കോൺഫിഡൻസ്, പറ്റുമായിരിക്കും എന്നെ കൊണ്ടും എന്ന്. പിന്നെ ഇപ്പൊ വർക്ക് ഉണ്ട്, വീട്ടില് കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തുടങ്ങി. എവിടെയോ ഇപ്പൊ എന്റെ ഒരു മടി വന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം.
അന്നന്ന് പഠിക്കണത് പിന്നെടുത്ത് നോക്കുമ്പോ അങ്ങനെയും മറന്നു. എനിക്ക് തോന്നുന്നു 15 വർഷം ഇപ്പൊ എല്ലാം പോയോ എന്നൊരു സംശയമുണ്ട്. എന്നാലും ഞാൻ നല്ല കോൺഫിഡൻസിലാണ് എനിക്ക് സാധിക്കും, ഈ ജേർണി കംപ്ലീറ്റ് ആവും, നടക്കാനാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഇനിഷ്യലി ഉണ്ടാകുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്, കാരണം ബികോം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഒരു ഗ്രാജുവലി അത് റെഡി ആയിക്കോളും. ടൈം ടേബിളും ഒക്കെ ഫോളോ ചെയ്ത് ആ ഒരു പ്രോപ്പർ ആയിട്ട് രീതിയിൽ പഠിച്ചു പോകുക. ഇനി നമുക്ക് ലൈവ് സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ, അപ്പൊ ആ ഒരു ഇഷ്യൂ ഗ്രാജുവലി ഓവർകം ചെയ്ത് നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പം നമുക്ക് 12 സെഷൻസ് കഴിഞ്ഞു. അപ്പം ഈ 12 സെഷൻസിലും നമുക്ക് ആക്ഷൻ ടാസ്കുകൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ആക്ഷൻ ടാസ്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതിന്റെ ബേസിസിൽ നമ്മൾ ഒരു ടോപ്പ് 2 പെർഫോമേഴ്സിനെ ഇവിടെ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇന്ദുജയാണ്. ദെൻ സെക്കൻഡ് വന്നിട്ടുള്ളത് ആഷികയാണ്. ഈ 2 ലേണേഴ്സ് ആണ് ടോപ്പ് 2 പൊസിഷൻസിൽ എത്തിയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻ ബോത്ത് ഓഫ് യു. അപ്പം ഇപ്പം you, ma'am. ഈ എല്ലാ ലേണേഴ്സും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പ്രോപ്പർ ആയിട്ട് ആക്ഷൻ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടി കൂടുതൽ ടൈമും ഒക്കെ സ്പെൻഡ് ചെയ്ത് ഓരോ ആക്ഷൻ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ എല്ലാ ലേണേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തത് ഇവർ 2 പേര് എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ ഇനി നമുക്ക് പല പല ആക്ടിവിറ്റീസ് ഇനിയുള്ള സെഷൻസിലും ഉണ്ടാവും. അപ്പൊ ആ സ്റ്റഡീസിലെ ആ ഒരു എന്തൂസിയാസം ഒരിക്കലും പോവാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ ലേണേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് 2 പുതിയ ടാസ്കുകളൂടാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫീഡ്ബാക്ക് ഫോം ഉണ്ട്. ഓക്കെ, ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിന്റെ ജെന്യുവൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സജഷൻസ് ആകാം, ഇതിന്റെ ബേസിൽ ഒരു നമ്മളുടെ ഒരു ഫീഡ്ബാക്ക് ഫോം ഉണ്ട്. ദെൻ വരുന്നത് ഒരു ഓൺലൈൻ അസസ്മെന്റ് ഫോമും ഉണ്ട്, ഇഗ്നോ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൂറ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം, ഓവർ ടു യു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോം വരുന്നത്. ഇതൊരു ഓൺലൈൻ അസസ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഓറിയന്റേഷൻ സെഷന് ഫുൾ അറ്റൻഡ് ചെയ്തവർക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിൽ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ അതിലോട്ടൊന്ന് ബാക്കപ്പ് ചെയ്ത് പോകുന്ന പോലെയാണ് നമുക്ക് ഈ ഒരു ഫോം കണ്ടാൽ നമുക്ക് ഫീൽ ചെയ്യാം. ചെറിയൊരു അസസ്മെന്റ് ആണ്, ആകെ ഒരു 15-20 മിനിറ്റ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുള്ളൂ. അപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ ഈ ഓറിയന്റേഷൻ സെഷനിലൂടെ. ഇഗ്നോനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് സ്മാർട്ടായിട്ട് ലേൺ ചെയ്യാം, അതുപോലെ ലേൺ വൈസിന്റെ ടൂളുകൾ പരിചയപ്പെടുത്തി, എങ്ങനെ നമുക്ക് സെൽഫ് ഗ്രോത്ത്, റിഫ്ലക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെറിയൊരു അസസ്മെന്റ് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല ഹോണസ്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാം. നിങ്ങളുടെ ഫ്രം ദ ഹേർട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഹോണസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. എന്ത് വിചാരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട. എന്താണോ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ ആൻസർ ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങളുടെ നെയിം എഴുതാം, ദെൻ എൻറോൾഡ് ഇഗ്നോ പ്രോഗ്രാം, ഏത് പ്രോഗ്രാം ആണ്. ഇപ്പൊ നമ്മൾ MCA ആണല്ലോ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ MCA നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം അതെന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കുക. ദെൻ അടുത്തത് നിങ്ങളുടെ മെന്റർ ഓർ LSC നെയിം, നിങ്ങളുടെ മെന്റർ ആരാന്നുള്ളത് എഴുതുക. ദെൻ പിന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇതാകെ ഒരു 20 ക്വസ്റ്റ്യൻസ് ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇഗ്നോ ഈസ് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ അപ്പം ഓപ്ഷൻസിൽ വരുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. അപ്പൊ നമുക്ക് ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണോ മനസ്സിലായത്, നമുക്ക് ഇത്രയും സെഷനിലൂടെ കിട്ടിയ നോളജുകളാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇഗ്നോ എന്ത് യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത് നമ്മൾ അവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏതാണോ നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോണസ്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുക. ഒരു 15 മിനിറ്റ്, നമുക്ക് 10-15 മിനിറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇതൊന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, സബ്മിറ്റ് കൊടുക്കുക, ഫോം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഞാൻ അടുത്ത ഫോം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫോം വരുന്നത്, ഫീഡ്ബാക്ക് ഫോം. ഓക്കെ, ഇതെന്താന്ന് വെച്ചാല്
നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഈ ഒരു സെഷനെ കുറിച്ച്, ഇത്രയും സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തതിൽ നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, അതുപോലെ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ റിഫ്ലക്ഷൻസ്, നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ്, ഇന്ന് ഇത്ര പോരായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സെഷൻ ഇതിലും കൂടുതൽ ഉഷാറാക്കായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുവഴി എക്സ്പ്രസ് ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരുടെ റെസ്പോൺസ് എന്താണ് നമ്മുടെ ലേൺ വൈസ് ടീമിന് നമ്മുടെ എൻ്റയർ ജേർണിയിൽ അത്രയും സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളെ പോലെ തന്നെയുള്ള ബാക്കിയുള്ള ലേണേഴ്സിനും എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ഓരോ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുന്നത്, നമ്മൾ എല്ലാവരുടെയും ഫീഡ്ബാക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ റെസ്പോൺസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരുടെയും വായിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, വിലയിരുത്തിയിട്ട് അതിൽ നിന്ന് നല്ല സജഷൻസ് നമ്മൾ സ്വീകരിച്ച് നമ്മുടെ എന്ത് ചെയ്യും, അക്കാഡമിക് ജേർണി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇതും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5 to 10 minutes എടുക്കുകയുള്ളൂ, പെട്ടെന്ന് തന്നെ കഴിയും. ഇതിലും നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യം നിങ്ങളുടെ നെയിം കൊടുക്കുക, നിങ്ങളുടെ ഇഗ്നോ പ്രോഗ്രാം ഏതാണ്, MCA ആണല്ലോ, MCA കൊടുക്കുക, ദെൻ മെന്ററിന്റെ പേര് കൊടുക്കാം. ദെൻ നമുക്ക് കൊടുത്തിട്ടുള്ള ഇതാണ് ഓറിയന്റേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവം വിശദമായി എഴുതുക. അപ്പം എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും. ദെൻ പിന്നെ നമുക്ക് ഇത് ഓരോ സെഷൻ വൈസ് ഫീഡ്ബാക്ക് ആണ്. ഇതിൽ നമ്മൾ എത്ര സെഷൻ ആണോ കണ്ടക്ട് ചെയ്ത് അത്രയും സെഷന് നമ്മൾ എന്തിട്ടു ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. 13 സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തു. ആ 13 സെഷനും ഓരോ സെഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെഷൻ 1 നമ്മുടെ ഇനാഗുറേഷൻ സെഷൻ ആയിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് എത്രത്തോളം ആയിരുന്നു, എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ആൻഡ് ഇമ്പാക്ട്ഫുൾ ആയിരുന്നോ, വെരി ഹെൽപ്ഫുൾ ആയിരുന്നോ, മോഡറേറ്റ്ലി ഹെൽപ്ഫുൾ ആണോ, ഇതിൽ ഏതാന്ന് വെച്ചിട്ട് നിങ്ങൾ വായിച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഓക്കെ, ഇനി ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസും അതിന് ഓരോ മൾട്ടിപ്പിൾ ചോയ്സും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ഹോണസ്റ്റ് ആയിട്ട് തന്നെ, ആരും വെറുതെ ഒന്നും ചെയ്യരുത്, എന്ത് വിചാരിക്കുന്നൊന്നും വിചാരിക്കരുത്. കാരണം ഹോണസ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് നിങ്ങളുടെ അടുത്ത് നമുക്ക് കിട്ടേണ്ടത്, ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മുടെ ഇനിയുള്ള ഫർദർ ജേർണിയിൽ എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ഓരോ റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യും, അത്രയും സ്ട്രെങ്തൻ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ടാവും. അപ്പൊ എന്താ ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാ, നിങ്ങൾ എല്ലാവരും ഒന്ന് ടൈം എടുത്തിട്ട് ഒന്ന് കാമായി ഇരുന്നിട്ട് എന്ത് ചെയ്യാ കേട്ടോ. അതുപോലെ ഇത്രയും ക്വസ്റ്റ്യൻസ് കൊടുത്ത് ലാസ്റ്റ് എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുത്താൽ നിങ്ങളുടെ റെസ്പോൺസ് അവിടെ സബ്മിറ്റ് ആവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം എൻഡ് ആവുകയാണ്. എന്നാൽ നമ്മുടെ ഒരു പുതിയ ജേർണി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും കൂടിയാണ്. നമ്മുടെ സ്റ്റഡി ജേർണി നെക്സ്റ്റ് വീക്ക് തൊട്ട് കൂടുതൽ ഇമ്പോർട്ടൻസോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അസൈൻമെന്റ് സബ്മിഷൻ, അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻ, ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ടൈം ടേബിൾ ഓറിയന്റഡ് ആയിട്ട് പോർഷൻസ് കവർ ചെയ്ത് പോവുക. നമുക്ക് ലൈവ് സെഷൻസ്, റിവിഷൻ സെഷൻസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു സെഷനും മിസ്സാകാതെ ആക്റ്റീവ്ലി ലൈവിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ ന്യൂ ഹൊറിസോൺ ഫോം ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.